ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻ്റെ അകത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും അതേപോലെ തന്നെ സരയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കിരൺ ഇങ്ങനെ സരയുനോട് പറയാണ്, സരയു നിൻ്റെ ആ പണ്ടത്തെ സ്വഭാവമില്ലേ, അത് വല്ലാത്തൊരു രീതിയിലെ സ്വഭാവമായിരുന്നു. പിടിവാശി എന്ന് പറഞ്ഞാൽ അങ്ങപ്പറ പിടിവാശിയായിരുന്നു നിനക്ക്. ചെറിയ കാര്യത്തിനും എല്ലാ കാര്യത്തിനും നീ പിടിവാശി പിടിക്കുന്നു, വാശി പിടിക്കുന്നു, അഹങ്കാരം കാണിക്കുന്നു. എന്തൊരു സ്വഭാവമായിരുന്നു നിൻ്റെ. ഒരു പെണ്ണുങ്ങൾക്കും ഇല്ലാത്തൊരു സ്വഭാവമായിരുന്നു നിന്റെ സ്വഭാവം. ഇത് കേട്ട് സരയുന് ആകെ സങ്കടം തോന്നുകയാണ്. കിരണേ, ഇപ്പോൾ എനിക്ക് ആ സ്വഭാവമൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ വളരെയേറെ ഡീസൻ്റ് ആയില്ലേ, പഴയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല, എനിക്ക് ആ ഒരു സ്വഭാവത്തിലേക്ക് ഇനി പോകേണ്ട ആവശ്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ തന്നെയാണ് വേണ്ടത് സരയു. നിന്റെ ഇപ്പോഴത്തെ സ്വഭാവം പണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് പോകുമായിരുന്നു. ദേ, ഒരു മുറപ്പെണ്ണിനോട് എങ്ങനെയാണ് ഒരാൾക്ക് സ്നേഹം തോന്നുക, അതിലുള്ള എല്ലാ സ്നേഹവും ഞാൻ നിനക്ക് തന്നാനായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞു പോയി. രണ്ടാളുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു കഴിയുമ്പോഴാണ് ഈ സ്നേഹം കൈമാറി പോകുന്നത്. അത് നീ കേട്ടിട്ടില്ലേ, സ്നേഹം എവിടെയാണോ അങ്ങോട്ടേക്ക് മനുഷ്യർ ചായോന്നേ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവാണെങ്കിൽ എനിക്കും എല്ലാം മനസ്സിലായി കിരൺ. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്ത് ചെയ്യാനാണ്. ഇനി അതൊന്നും തിരുത്താനായിട്ട് കഴിയില്ലല്ലോ, തിരുത്തിയാലും പോയ ജീവിതം തിരിച്ചു കിട്ടിയില്ലല്ലോ കിരൺ എന്നൊക്കെ പറയാം. ഇനി നീയും മുന്നോട്ട് ഇതേ രീതിയിൽ ജീവിക്കുക സരയു. അപ്പോൾ നിന്റെ കൂടെ എല്ലാവരും നിനക്കുണ്ടാവും, നിനക്ക് സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിനക്ക് നേടാനായിട്ട് കഴിയും സരയു എന്നൊക്കെ പറയാ. അപ്പോൾ സര ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്, അതേ കിരൺ, ഇനി നിന്നെ നേടലാണ് എൻ്റെ ദൗത്യം. നിന്നെ എനിക്ക് കിട്ടുമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അവസാനം വരെ നിനക്ക് വേണ്ടി ഞാൻ പോരാടും കിരൺ എന്നിങ്ങനെ സരയു മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കല്യാണിയുടെ കോള് വരുന്നത്. ദേ, കല്യാണിയാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആ കോൾ എടുക്കുകയാണ്. കല്യാണി, കിരണേട്ടാ ഇത് എവിടെയാ? ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ കല്യാണി, സരയുവിനായിട്ട് ദേ കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് പോകുമെന്ന്. അവൾ എന്നോടൊന്ന് കൂടെ വരാമെന്ന് ചോദിച്ചു. ശരി, ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ പോകാനായിട്ട് തുടങ്ങിയതായിരുന്നു. ആ സമയത്താണ് ഒരു ചായ കുടിക്കാനായിട്ട് നമ്മളെപ്പോഴും കയറില്ല ഒരു തട്ടുകടയിൽ. ആ തട്ടുകടയിൽ മുന്നിൽ നിൽക്കുക, എന്നിട്ടേ ഓരോ ഗ്ലാസ് ചായ കുടിക്കുകയും ചെയ്യുകയാണെന്ന് പറയാം. കിരണേട്ടാ, സരീവിനെ കൊണ്ടാക്കി അതെല്ലാം കഴിഞ്ഞിട്ടേ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണേ. കല്ല് മോനെയും കൊണ്ടൊന്ന് പുറത്തു പോകാനുണ്ട്, കുറേ തിരക്കുകൾ കാണണം. അവനെയും കൊണ്ട് പുറത്തു പോയിട്ട് എത്ര നാളായെന്നറിയാവോ, അവൻ പുറം ലോകം കണ്ടിട്ട് കുറേ നാളായി കിരണേട്ടാ. അതുകൊണ്ട് കിരണേട്ടൻ എത്രയും പെട്ടെന്ന് വരണമെന്നും പറയണം. തീർച്ചയായിട്ടും കല്യാണി, ഞാൻ ഉടനെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. പക്ഷെ കല്യാണി വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയിന് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കിരൺ പറയാ, കല്യാണിയെ വിളിച്ചത് കല്ല് മോനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണമെന്ന്. സരയു, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല കിരൺ, ഞാൻ വരുന്നില്ല. എന്തിനാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരുന്നത്? മകനെയും കൊണ്ട് പുറത്തു പോകാനല്ലേ കല്യാണിയുടെ ആഗ്രഹം, അതുകൊണ്ട് പുറത്തേക്ക് പോയി വാ, ഞാനിതിൽ തടസ്സമായിട്ടൊന്നും നിൽക്കുന്നില്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട സരയു, അതൊന്നും കുഴപ്പമില്ല കിരണേ, നമുക്ക് പിന്നൊരു ദിവസം പോകാമല്ലോ എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സരയു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, കിരണേ ദേ, ഞാനാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ സൗഭാഗ്യങ്ങളെല്ലാം എനിക്കും ആസ്വദിക്കായിരുന്നു. നിന്നെ കൈവിട്ട് കളഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം. അന്ന് ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു കിരൺ എന്നൊക്കെ സരയു മനസ്സുകൊണ്ട് വല്ലാതെ കിരണിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം നടന്ന അതേ ഓഡിറ്റോറിയത്തിലേക്കാണ് പോലീസുകാർ ചെന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മാനേജർ ഈ പോലീസുകാർ വരുന്നത് കാണുകയാണ്. അപ്പോൾ ഓടി ചെന്നിട്ട്, സാർ എന്താ സാർ പെട്ടെന്ന് വന്നത്? ഇയാളാണെങ്കിൽ പേടിച്ചു പോയി. അപ്പോൾ ഈ പോലീസുകാരൻ ചോദിക്കുകയാണ്, അതെ, കുറച്ചു ദിവസം മുമ്പ് ഇവിടെ ഒരു കല്യാണം നടന്നില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതേ സാർ, കല്യാണം നടന്നായിരുന്നു, പക്ഷേ അവരൊക്കെ വമ്പൻ ആൾക്കാരാണ്, ഈ ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് അവരുടെ കല്യാണം നടന്നതെന്ന് പറയുകയാണ്. ഇവിടെ വെച്ച് നല്ല മനോഹരമായിട്ട് കല്യാണം നടന്നല്ലേ, ഇവിടെ അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കണം. ഇല്ല സാർ, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിട്ട് തന്നെയാണ് കല്യാണങ്ങളിൽ നടന്നവിടെ അവസാനിച്ച് അവർ പോവുകയും ചെയ്തു, അല്ലാതെ വേറൊരു പ്രശ്നവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഇവിടെ ക്യാമറ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, സാർ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ബാക്കിൽ ക്യാമറ ഇല്ല സാർ. എടോ, മനുഷ്യർക്ക് ഫ്രണ്ടിൽ മാത്രമേ കണ്ണുള്ളൂ, ബാക്കിൽ കണ്ണു വെക്കാൻ പറ്റില്ല, പക്ഷേ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലും കണ്ണു വെക്കാം,
അതെന്താണ് താൻ വെക്കാതിരുന്നത്? അത് പിന്നെ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ എക്സ്ക്യൂസസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ശരി, എനിക്ക് ആ കല്യാണം നടന്ന മണ്ഡപം ഒന്ന് കാണണമെന്ന് പറയണം. ശരി, ഓക്കെ സാർ, വരൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരനെ വിളിച്ചുകൊണ്ട് ഈ മാനേജർ അങ്ങോട്ട് ചെല്ലുക. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാർ, ഇവിടെ വെച്ചാണ് സാർ കല്യാണം നടന്നത്. അപ്പോൾ ഉറപ്പാണല്ലേ? ഇവിടെ വെച്ച് തന്നെയല്ലേ കല്യാണം നടന്നത്? സാർ, എന്താ സാർ അങ്ങനെ ഒരു സംശയം ചോദിച്ചത്? ഇവിടെ വെച്ച് തന്നെയാണ് സാർ കല്യാണം നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മണ്ഡപവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പോലീസുകാരനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ആ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ചോദിക്കണം, എന്താ സാർ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ ഒരു അന്വേഷണം നടത്താനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അല്ല, ഈ കല്യാണം നടന്ന രീതി എങ്ങനെയാണെന്ന് തനിക്ക് അറിയാമല്ലോ. കാരണം ഈ കല്യാണ ചെറുക്കൻ മീഡിയക്കാരുടെ മുന്നിലും ബാക്കിയുള്ളവരെല്ലാവരുടെയും മുന്നിലും ഈ കല്യാണത്തിൽ നിന്ന് താൻ പിന്മാറി, ഈ കല്യാണത്തിനോട് തനിക്ക് താല്പര്യമില്ല, തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ മീഡിയക്കാരുടെ മുന്നിൽ ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. പക്ഷേ അവരെല്ലാം പറ്റിക്കുകയായിരുന്നു. അവരുടെ കണ്ണിലൊക്കെ പൊടിയിടുകയായിരുന്നു. കാരണം ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞൊരു പിടികിട്ടാപ്പുള്ളിയെ പേടിച്ചിട്ടാണ് ഇവർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗംഗാപ്രസാദ് ഉറപ്പായിട്ട് ഇവിടെ വരും. അപ്പോൾ ആ ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നൊക്കെ പോലീസുകാരൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സാർ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല സാർ, കല്യാണം കഴിഞ്ഞ് അവർ ഭംഗിയായിട്ട് പോവുകയാണ് ചെയ്തത്. ശരി, അന്വേഷണങ്ങൾ വരട്ടെ, എനിക്ക് CCTV ക്യാമറകളെല്ലാം കൂടുതൽ പരിശോധിക്കാനുണ്ടെന്നൊക്കെ പോലീസുകാരൻ പറയണം. ശരി സാർ, അതിനെന്താ, ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അവിടെ അങ്ങ് നിൽക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് സരയു ഒരു ഗ്ലാസ് ചായയായിട്ട് വരികയാണ്. ചായയായിട്ട് വന്ന കിരണെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ചായ കുടിച്ചിട്ട് മതി ബാക്കിയുള്ള ജോലികൾ എന്ന് കിരണിനോട് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അയ്യോ, നീ എന്തിനാ ചായ എടുത്തിട്ട് വന്നത്? ഞാൻ ക്യാൻറ്റീനിൽ വിളിച്ച് പറയുമായിരുന്നല്ലോ, അയാൾ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. അല്ല കിരൺ, നീയല്ലേ മിക്കപ്പോഴും പറയാം ഒരു ചായ പോലും ഉണ്ടാക്കാനായിട്ട് എനിക്കറിയില്ല എന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചായയാണ്. ഈ ചായ ഒന്ന് നീ കുടിച്ചു നോക്ക്, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നീ എന്നോട് പറ എന്നിങ്ങനെ സരയു പറയാം. അങ്ങനെ നമ്മുടെ കിരൺ ആ ചായ കുടിച്ചു നോക്കുകയാണ്. കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. അല്ല, ഞാനേ മനസ്സുകൊണ്ട് ഇപ്പം ആഗ്രഹിച്ചതേ ഉള്ളൂ ഒരു ചായ കുടിക്കണമെന്ന്. ക്യാൻറ്റീനിലേക്ക് വിളിച്ച് പറയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സറിയുന്ന രീതിയിൽ നീ എനിക്ക് ചായയായിട്ട് വന്നത്. ഇത് കേട്ട് സരയുവിൻ്റെ മനസ്സങ്ങോട്ട് നിറയുക. അപ്പം സരയു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, കിരണേ, ഇനി നിൻ്റെ മനസ്സറിഞ്ഞ് വേണം എനിക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അതേപോലെ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ സരയു പറയാണ്. അപ്പം അല്ല കിരൺ, നിനക്ക് ചായ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചായ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, മസാല ചായയാണല്ലേ? അതെ, മസാല ചായ. കല്യാണി ഇടുന്ന പോലെ ചായ പോലെയുണ്ട്. ഇതിങ്ങനെ കല്യാണിയുടെ പേരും കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരയിനത് ഇഷ്ടപ്പെട്ടില്ല. സരയാണെങ്കിൽ, അവൻ എപ്പോൾ നോക്കിയാലും കല്യാണി കല്യാണി കല്യാണി, എന്തു പറഞ്ഞാലും കല്യാണി എന്നുള്ള പേരേ വരുള്ളല്ലോ. സരയു, ഇനി നീ പാചകമൊക്കെ പഠിക്കണം സരയു. പാചകമൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലും ഒരു കാര്യത്തിലും പുറകോട്ട് പോകാൻ പാടില്ല. നീ എന്താ പുറകോട്ട് പോയെന്നറിയാവോ? നിന്റെ ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നു, നിന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് നീ പല കാര്യങ്ങളും പഠിക്കാതെ വിട്ടു. പഠിക്കേണ്ട കാര്യങ്ങൾ പോലും നീ അതിൽ മടി കാണിച്ചു സരയു. പക്ഷേ കല്യാണി അങ്ങനെയല്ല. അവളെ ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നെങ്കിലും അവൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്വയം ജീവിക്കാനുള്ള പ്രാപ്തിയെല്ലാം അവൾക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവൾ മിടിക്കായിരുന്നില്ലേ? അവൾക്ക് പാചകം ചെയ്യാൻ അറിയാം, എന്തെല്ലാം ജോലികൾ അവൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ, കല്യാണിയുടെ ജീവിതം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി മുൻകൈ എടുക്കേണ്ടി വരും സരയു. ഇത് കേട്ട് സരയുവിന് അത്ര വലിയ തൃപ്തിയൊന്നും പോരാ. അപ്പോൾ സരയു ആണെങ്കിൽ, അതെ കിരൺ, എനിക്കിനി പഠിക്കണം, എല്ലാ കാര്യങ്ങളും പഠിക്കണം കിരൺ. കാരണം ഞാൻ എല്ലാം അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിന്നെ നഷ്ടപ്പെടില്ലായിരുന്നു കിരൺ. ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയല്ലേ. ഞാൻ പണ്ടേ നല്ല സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ, നിന്നോടൊപ്പം കമ്പനിയിൽ നിന്നിരുന്നെങ്കിൽ, നീ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, നിന്നെ പോലും എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ സരയു കിരണിനോട് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോവുക. അപ്പോൾ കിരൺ എന്തോ ഡൗട്ട്, ഇതെന്താ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചിന്. ഇപ്പോൾ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നിങ്ങനെ കിരൺ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണി എന്തൊരു പുറത്തൊരു വണ്ടിയുടെ ശബ്ദം എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ജീപ്പ് തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട കല്യാണിയാണെങ്കിൽ പോലീസുകാരാണല്ലോ, ഇത് നിന്നെ പോലീസുകാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച്
നമ്മുടെ കല്യാണിയാണെങ്കിൽ ആ ഒരു ഡോറ് തുറക്കുക. അങ്ങനെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയെ പോലീസുകാരൻ കാണുകയാണ്. അപ്പോൾ പോലീസുകാർ നേരെ കല്യാണിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. സാർ എന്താ സാർ എന്താ സാർ വന്നത്? നിങ്ങളാണോ ഈ വീടിൻ്റെ ഓണർ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ തന്നെ ഇവിടുത്തെ ഗൃഹനാഥ കല്യാണി അല്ലേ? അതെ, കല്യാണി തന്നെയാണ്, RS കൺസ്ട്രക്ഷൻ്റെ MD അല്ലേ? ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ? അതെ സാർ, പറഞ്ഞ ശരി തന്നെയാണ്. എന്താ സാർ പെട്ടെന്ന് വരാനുള്ള കാരണം? അതെ, നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാർ അകത്തേക്ക് വാ സാർ, വന്നിരിക്കും സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അയാളെ ക്ഷണിച്ചിട്ട് അവിടെ ഇരുത്തുകയും ചെയ്യാണ്. സാർ പറഞ്ഞില്ല, എന്ത് ചോദിച്ചറിയാനാണ് സാർ വന്നത്? എന്താണെങ്കിലും പറഞ്ഞോളാം സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ, ഒരു പിടികിട്ടാപ്പുള്ളി ഉണ്ടല്ലോ, ദേ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഭയന്ന് വിറച്ച ഒരുത്തൻ, ഗംഗാപ്രസാദ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയാണെങ്കിൽ ഒന്ന് വിറച്ച് നിൽക്കുക. അതെ സാർ, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവനെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കല്യാണി ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദാ കിരൺ വണ്ടി വന്ന് ഇറങ്ങുക. അപ്പോൾ കിരൺ ആ പോലീസ് ജീപ്പും പോലീസുകാരൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് വിറച്ചു പോയി. കാരണം കിരണിൻ്റെ വീടിൻ്റെ മുന്നിലാണ്, ബാക്ക് വശത്താണ് ഈ ഗംഗാപ്രസാദിനെ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നത്. അപ്പം ഇനി ദൈവം ഇനി എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നതെന്നൊക്കെ പേടിച്ച് വിറച്ച് നമ്മുടെ കിരൺ നേരെ അകത്തേക്ക് കയറുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡാണല്ലേ? അതെ സാർ. ഏതായാലും ഹസ്ബൻഡിനോട് കാണാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ കിരൺ കയറി ചെല്ലുകയാണ്. ഹലോ സാർ. ഹലോ കിരൺ, നിങ്ങളെ കൂടി കാണാൻ വേണ്ടി ഞാൻ ഇരുന്നത്. വന്നിരിക്കൂ കിരൺ. എന്താ സാർ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഇവിടെ പിടികിട്ടാപ്പുള്ളി ഒരുത്തനുണ്ടല്ലോ, അവൻ ഇതുവരെയായിട്ടും പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് കിരൺ എന്ന് പറയാ. എന്താ സാർ അറിയേണ്ടത്? ഗംഗാപ്രസാദിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഗംഗാപ്രസാദിൻ്റെ ഒരു കാമുകിയില്ലേ സ്റ്റെഫി, അവള് കഴിഞ്ഞിടക്ക് പരോളിലിറങ്ങി. അപ്പോൾ അവള് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു പരാതിയായിട്ട് വന്നു. അവളുടെ കാമുകനെ കാണാനില്ല, അവളുടെ കാമുകൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് പലയിടത്തും അന്വേഷിച്ച് നോക്കി. പക്ഷെ അവൾക്ക് കാണാനും സാധിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണ് അവൾ എനിക്ക് തന്ന പരാതി. പക്ഷേ അവൾ വിരൽ ചൂണ്ടിയത് നിങ്ങൾ മേലാണ്, കിരണും കല്യാണിയും നിങ്ങളുടെ മേലാണ് അവൾ വിരൽ ചൂണ്ടിയത്. നിങ്ങളെയാണ് സംശയം എന്നാണ് അവൾ ഞങ്ങളുടെ മുന്നിൽ പറയുമെന്ന് പറയണം. സാർ, ഞങ്ങൾ എന്തിനാണ് സാർ സംശയിക്കുന്നത്? അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കിരൺ എന്നെ ഒന്ന് സഹായിക്കണം ഈ ഒരു കാര്യത്തിൽ. അയ്യോ സാർ, ഞാനെന്ത് സഹായിക്കാനാ? എനിക്ക് എങ്ങനെ സഹായിക്കാനാ പറ്റും സാർ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ കിരൺ. അന്ന് കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം നടന്നല്ലോ. ആ കല്യാണം നടന്ന സമയത്ത് ഗംഗാപ്രസാദ് അവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ ആകെ ഒന്ന് സ്തംഭിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പറയൂ, ഈ ഗംഗാപ്രസാദ് അവിടെ വന്നിരുന്നോ എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ എടുത്ത വാക്യം കല്യാണി പറയണം, ഇല്ല സാർ, ഗംഗാപ്രസാദ് വന്നിട്ടില്ല. ഞാൻ കിരണോടല്ലേ ചോദിച്ചത്. കിരൺ മറുപടി പറയട്ടെ. പറയൂ കിരൺ, ഗംഗാപ്രസാദ് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, സാർ എനിക്കറിയില്ല സാർ, ഗംഗാപ്രസാദിനെ ഞങ്ങൾ കണ്ടെന്നുമില്ല. പിന്നെ എങ്ങനെയാ സാർ ഞങ്ങൾ അറിയുന്നത്? അല്ല, നിങ്ങൾ ഈ കല്യാണം നടത്തിയത് ഒരു കള്ളത്തരത്തിലൂടെയല്ലേ നിങ്ങൾ ഈ കല്യാണം നടത്തിയത്. പക്ഷേ മുമ്പ് ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ കല്യാണ ചെറുക്കൻ്റെ അച്ഛനെ കൊന്നിട്ട് കടന്നു കളഞ്ഞവനാണ് ഗംഗാപ്രസാദ്. അപ്പോൾ കല്യാണം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഗംഗാപ്രസാദ് വെറുതെ ഇരിക്കില്ല. അവൻ്റെ പെങ്ങളായ കാർത്തികയെ കൊല്ലാൻ വേണ്ടി തന്നെയായിരിക്കുള്ളൂ ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ കല്യാണവും നടന്ന് ഇപ്പോൾ ഇത്രയും ദിവസമായി, എന്നിട്ട് ഈ ഗംഗാപ്രസാദിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അവനെന്താ കല്യാണം കണ്ടിട്ട് ഒന്നും പറയാതെ പോയെന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെ ഒരിക്കലും പോകുന്ന ഒരാളല്ലല്ലോ ഗംഗാപ്രസാദ്. അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതവൻ തീർക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഗംഗാപ്രസാദ് ഏതായാലും നാട് വിട്ടു പോയിട്ടില്ല. എന്തിന്, ഈ കേരളവും വിട്ടും അതേപോലെ തന്നെ ഈ ഏരിയ വിട്ടുപോലും പോയിട്ടില്ലെന്നാണ് ഞങ്ങൾ കിട്ടിയ ഒരു നിഗമനം. സാർ, എന്തൊക്കെയാണ് സാർ പറയുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. കാരണം ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് ഭീഷണിയായിരുന്നു. അപ്പോൾ അവൻ മാക്സിമം ആരെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെയായിരിക്കും. സാർ, ഞാനവനെ ഒരുപാട് പ്രാവശ്യം പിടിക്കാനൊക്കെ നോക്കിയതാ, പക്ഷേ അവൻ എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോയും സാർ. കിരൺ, അതൊക്കെ താൻ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ലേടോ. ഈ വഴുതി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും വിശ്വസിക്കാൻ മാത്രം മണ്ടരല്ല. കിരൺ,
നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നൊക്കെ ചോദിക്കണം. സാർ എന്തൊക്കെയാണ് സാർ ഈ ചോദിച്ചു വരുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കല്യാണിയാണെങ്കിൽ സാർ ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ ആ കല്യാണ പന്തലിലേക്ക് വന്നിട്ടില്ല സാർ. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഗംഗാപ്രസാദ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാം. ശരി, അന്വേഷണം ഞാൻ തുടങ്ങുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ, പിന്നെ നിങ്ങൾക്കൊക്കെ വല്ലാത്ത തിരക്കുള്ള ആൾക്കാരാ, അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിക്കുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് വരും, നിങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യും, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും കിരണിനെ തന്നെ നോക്കുക. അപ്പോൾ കിരണിൻ്റെ മുഖത്ത് ആ വെപ്രാളവും കാര്യങ്ങളെല്ലാം പോലീസുകാരൻ കാണുകയാണ്. പക്ഷേ കൂടുതലൊന്നും ചോദിക്കാനിട നിന്നില്ല. കിരൺ ഈ പോലീസുകാരൻ നേരെ വണ്ടി കയറി പോവുകയും ചെയ്യാണ്. അപ്പോൾ കല്യാണി ചോദിക്കണം, എന്താ കിരണേട്ടാ ഈ പോലീസുകാരൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം കല്യാണി, അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു യാതൊരു വിവരമില്ല. അല്ല, സത്യം പറയുക കിരണേട്ടാ, ഈ ഗംഗാപ്രസാദ് കല്യാണ പന്തലിൽ വന്നായിരുന്നോ? എന്താ കല്യാണി ഇത്? ഈ ഗംഗാപ്രസാദ് എങ്ങനെയാണ് കല്യാണ പന്തലിലേക്ക് വരുന്നത്? അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലേ? അല്ല, ഈ താലി കിട്ടുന്ന സമയത്ത് പോലും കിരണേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ കല്യാണി, നീ ഓർക്കുന്നില്ലേ കല്യാണി? അവനെയും പ്രതീക്ഷിച്ചല്ലേ ഞങ്ങളവിടെ കല്യാണം ഇവിടെ നിന്നത്. ഏതായാലും കാർത്തികയുടെ കല്യാണം കഴിഞ്ഞില്ലേ, അത് തന്നെ വലിയ ആശ്വാസമല്ലേ? കാർത്തികയുടെ കല്യാണം കഴിഞ്ഞത് വലിയ ആശ്വാസം തന്നെയാ. പക്ഷെ ആ പോലീസുകാരന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിരണേട്ടൻ നല്ല പതർച്ചയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തൊക്കെ കല്യാണം ഈ പറയുന്നത്? എനിക്കോ പതർച്ചയോ? എന്ത് പതർച്ച? നീ ഇപ്പോൾ ചുമ്മാ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ടെൻഷൻ അടിപ്പിക്കല്ലേ. അതൊക്കെ വിട്ടേര്, അതിൻ്റെ കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അവൻ്റെ ഒരു പൊടി പോലും കാണാനുമില്ല. പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്നാലും കിരണേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കിരണേട്ടാ. എന്തുണ്ടെങ്കിലും ഞാൻ നിന്നോട് പറയാറില്ലേ കല്യാണി? ഇല്ല, ഇപ്പം ചില കാര്യങ്ങളൊക്കെ എന്നെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് കിരണേട്ടൻ പറയാറില്ല. എന്താണെങ്കിലും പറയും. എനിക്ക് ഗംഗാപ്രസാദിനെ കുറിച്ച് ഒരു അറിവില്ല എന്ന് കല്യാണം മുന്നിൽ തീർത്ത് പറയുകയാണ് നമ്മുടെ കിരൺ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീൻ. ബൈ.